ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആങ്കർ കൂട്ടൻ. അപ്പം നമ്മുടെ ഒരു പഴയ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പരുമല പള്ളി പോയൊരു വീഡിയോ ആണ്. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പരുമല പള്ളിയിലേക്ക് പോയ വീഡിയോ ആണ് കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വൺ ഡേ ട്രിപ്പ് എന്നൊക്കെ പറയത്തക്കോണമുള്ള ട്രിപ്പ് പോലെയായിരുന്നു. ഞങ്ങൾ പരുമല പള്ളി പോയി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഒരു ഷോർട്ട് ക്ലിപ്സാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഒരുപാടൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പരുമലപ്പള്ളി എൻട്രൻസിലേക്ക് പോകുമ്പോൾ ഉള്ള വ്യൂസാണ് കേട്ടോ. തിരുമേനിമാരുടെ ഫോട്ടോസും കാര്യങ്ങളും പ്രാർത്ഥിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ശാന്തി സമാധാനം, കുറച്ച് പീസ്ഫുള്ളായിട്ട് ഒരു ഡേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് മൈൻഡ് റിലാക്സ് ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ആ രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ലഭിച്ചത്. അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനുണ്ട്, പപ്പയുണ്ട്, മമ്മിയുണ്ട്. ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു. പള്ളിക്കകത്ത് ഇരുന്ന് അച്ഛൻ്റെ പ്രസംഗമൊക്കെ കേൾക്കുകയും അതേപോലെ ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അവിടെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കുറച്ച് നേരം നമുക്കൊരു മൈൻഡ് റിലാക്സ് ആയിട്ടുള്ള. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടതാണ് കേട്ടോ, പ്രായമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും വന്ന് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്. അതൊരു നല്ലൊരു വ്യൂ ആയിട്ട് തോന്നി. കാരണം ഇക്കാലത്തും ഇങ്ങനെ ഒന്നിച്ച് ഉള്ളൊരു ജീവിതം മുമ്പോട്ട് നയിക്കുന്ന ചിലരെ കാണുമ്പോൾ നമുക്കതൊരു മാതൃകയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ തിരുമേനിമാരുടെ ഫോട്ടോസാണ്. ഫോട്ടോസും പേരും കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ക്യാപ്ചർ ചെയ്തതാണ്. എനിക്ക് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാൻ അറിയത്തില്ലെങ്കിലും എൻ്റേതായ രീതിയിൽ ഞാൻ പറയുകയാണ്. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അവിടെ തന്നെ പുറത്ത് നമുക്കൊരു സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് പുറത്ത് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനും മെഴുതിരി കത്തിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട്. അവിടെ മെഴുതിരിയൊക്കെ കത്തിച്ചിരുന്നു. ഇത് കണ്ടോ, നല്ലതല്ലേ, വാക്യമൊക്കെ എഴുതിയിട്ട് നല്ലതാണ്. ഇതൊക്കെ എൻട്രൻസിൻ്റെ സ്ഥലത്തുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റാളുണ്ടെന്ന്. പുറത്തുള്ള സ്റ്റാളിൽ നിന്ന് തേയിലയും ഗ്രീൻ ടീയും പിന്നെ നമ്മൾ നല്ല ഇടിച്ചമ്മന്തി എന്ന് പറയുമല്ലോ, ഇടിച്ചമ്മന്തിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ പുറത്ത് തന്നെ ഒരുപാട് സ്റ്റാൾസ് ഉണ്ട്. നമുക്ക് പല കാര്യങ്ങൾ വാങ്ങിക്കാം. എന്നുവെച്ചാൽ നമുക്ക് ഏത് രീതി വേണമെങ്കിൽ റിങ്സ്, മാല, പിന്നെ ബ്രേസ്ലെറ്റ്, പിന്നെ ഫോട്ടോസ്, മറ്റെന്ത് കാര്യങ്ങൾ നമുക്ക് ഒരു ക്രിസ്ത്യാനിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാനുള്ള സ്റ്റാൾസ് അവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ അവിടെ നോക്കിയ സമയത്ത് അവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഞാനും വണ്ടിക്കിടാനൊരു മാലയും എനിക്കൊരു മോതിരമൊക്കെ വാങ്ങിയിരുന്നു. അപ്പം എന്ത് വേണേലും അവിടെ നിന്ന് വാങ്ങാം. അവിടെ പോയാൽ എന്തായാലും നമ്മൾ അന്വേഷിക്കുന്ന കാര്യം കിട്ടും എന്നെനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട കേട്ടോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.